പി വി അൻവറിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ CPIM. വിശ്വാസവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പി വി അൻവർ മതം പറയുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനാണ് ശ്രമം. മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനാണ് അൻവറിന്റെ നീക്കമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ തിരിഞ്ഞ അൻവറിനെതിരെ ഇന്നലെ ഫോൺ ചോർത്തലിന് കേസെടുത്തു. ആദ്യ പൊതുസമ്മേളനത്തിന് പിന്നാലെ രാഷ്ട്രീയമായി കൂടി അൻവറിനെ പ്രതിരോധിക്കുകയാണ് CPIM. തന്റെ വിശ്വാസം ചൂണ്ടിക്കാട്ടി പി വി അൻവർ നടത്തിയ പരാമർശങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി. മതന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇമേജ് തകർക്കുക, അതുവഴി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറക്ക് കോട്ടം സംഭവിപ്പിക്കും. ഇത് UDFന്റെ ഒരു അജണ്ടയാണ്. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് വന്ന ഈ രൂപത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു നല്ല വിഭാഗം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അൻവർ ഇപ്പം നടത്തുന്ന പ്രയോഗം. CPIMന് മതന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പിന്തുണ ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്ന് മന്ത്രി P. രാജീവ്. ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തമായ നിലപാട്, ഒരു വർഗീയ വിരുദ്ധ മതനിരപേക്ഷ പശ്ചാത്തലം കേരളത്തിൽ നിലനിർത്തി പോകുന്നതിൽ ഏറ്റവും പ്രധാനമാണ്. അതിനെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം രണ്ട് വിഭാഗത്തിലുള്ള വർഗീയ ശക്തികളും മതമൗലികവാദി ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൻവർ പാർട്ടിക്ക് വെല്ലുവിളിയല്ലെന്ന മന്ത്രി V. ശിവൻകുട്ടിയും പാർട്ടിക്കെതിരെ സംഘടിതമായ കള്ളപ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് പാലോളി മുഹമ്മദ് കുട്ടിയും പ്രതികരിച്ചു. തീർച്ചയായിട്ടും അൻവറും അതുപോലെ ജലീല് ഇതിൻ്റെ മുമ്പ് വന്നിട്ടുള്ള പല ആളുകളും പാർട്ടിയിലേക്ക് വരുമ്പോൾ അയാളുടെ കൂടെയുള്ള കുറച്ച് ആളുകൾ പാർട്ടിയിലേക്ക് വരും. പോകുന്ന സമയത്ത് കുറേ ആളുകൾ പോകും. അൻവറിനെ പ്രതിരോധിക്കാനുള്ള CPIMന്റെ പുതിയ നീക്കത്തിന് മുന്നണിയിലെ ഘടകകക്ഷികളുടെ പിന്തുണ ലഭിക്കുമോ എന്നതാണ് നിർണായകം. 24 തിരുവനന്തപുരം.